പ്രതീക്ഷിച്ചതുപോലെ മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുകയുണ്ടായി. ഫെബ്രുവരി 28 ശനിയാഴ്ചയായിരുന്നു അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കാൻ നിശ്ചയിച്ച ദിവസം. അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുക എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. യുദ്ധക്കൊതിയന്മാരായ രണ്ട് രാഷ്ട്രത്തലവന്മാർ ചേർന്നുകൊണ്ട് നരമേധം ആരംഭിച്ചിരിക്കുകയാണ്. പൈശാചികവും ക്രൂരവുമായ യുദ്ധങ്ങൾ നടത്തിയ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെയും മിഡിൽ ഈസ്റ്റിനെയും നശിപ്പിക്കുന്ന വിധത്തിലുള്ള യുദ്ധത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ആദ്യം ടാർഗറ്റ് ചെയ്തത് ഒരു എലമെൻ്ററി ഗേൾസ് സ്കൂളായിരുന്നു. 53 പെൺകുട്ടികളാണ് ആ സ്കൂളിൽ മരണപ്പെട്ടത്. രക്തദാഹിയായ ബെഞ്ചമിൻ നെതന്യാഹു ആദ്യമായി ലക്ഷ്യമിടുന്നത് ഒരു സ്കൂളിനെയാണ്, വിദ്യാർത്ഥിനികളെയാണ്, പിഞ്ചു കുഞ്ഞുങ്ങളെയാണ്. കാരണം ഇസ്രായേലിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും നയിക്കുന്നത് വംശീയ വിരോധമാണ്. മാലിക്കുകളെയും അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയും മൃഗങ്ങളെയും കൊന്നൊടുക്കുക എന്ന പൈശാചിക സുപ്തത്തിൽ ആവേശഭരിതനായിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു എല്ലാ യുദ്ധങ്ങളും നടത്തുന്നത്. ഗസയിലെയും ഫലസ്തീനിലെയും മനുഷ്യരെ വംശഹത്യക്ക് വിധേയനാക്കിയ അതേ ക്രൂരനായ രക്തദാഹിയായ ഡ്രാക്കുള ഇപ്പോൾ യുദ്ധം നയിക്കുകയാണ്. ട്രംപ് എന്താണ് ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യമെന്ന് കൃത്യമായി പറയുകയുണ്ടായി. ട്രംപ് ഉപയോഗിച്ച 2 വാക്കുകൾ പ്രധാനമാണ്. ഒന്ന് അനിഹിലേഷൻ എന്നാണ്, രണ്ടാമത്തത് എലിമിനേഷൻ എന്നാണ്. ഈ 2 വാക്കുകളിൽ നിന്ന് തന്നെ യുദ്ധത്തിൻ്റെ എയിം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ട്രംപിൻ്റെ പ്രസ്താവനയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ ഒബ്ജക്റ്റീവ് ഈസ് ടു ഡിഫെൻഡ് ദ അമേരിക്കൻ പീപ്പിൾ ബൈ എലിമിനേറ്റിംഗ് ത്രെറ്റ്സ് ഫ്രം ദ ഇറാനിയൻ റെജീം. ഭരണമാറ്റമാണ് ട്രംപും ഇസ്രായേലും ആഗ്രഹിക്കുന്നത്. അയത്തുള്ള ഖൊമേനിയെയാണ് അവർ ലക്ഷ്യമിടുന്നത്. ഖൊമേനി കൊല്ലപ്പെട്ടുവെന്ന കിംവദന്തിയും വ്യാജപ്രചരണവും ഇസ്രായേൽ നടത്തുന്നുണ്ട്. CNBCയിലെ ഇൻ്റർവ്യൂവിൽ ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാച്ചി വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം, ഖൊമേനി ഈസ് അലൈവ് ആസ് ഫാർ എസ് ഐ നോ എന്നാണ് അദ്ദേഹം ഖൊമേനിയെ സംബന്ധിച്ച് പറയുന്നത്. അമേരിക്കയുടെ ആക്രമണം വളരെ കാൽക്കുലേറ്റഡ് ആയിരുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ച് 90 മിനിറ്റിനുള്ളിൽ തന്നെ ഇറാൻ്റെ റിറ്റാലിയേഷൻ നടക്കുന്നു. അഥവാ വളരെ കാൽക്കുലേറ്റഡ് ആയിരുന്നു ഇറാൻ എന്ന് വ്യക്തമാണ്. അയൽരാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അബ്ബാസ് അറാച്ചി വ്യക്തമാക്കുന്നത്, 200 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും ഞങ്ങളുടെ അയൽ രാജ്യങ്ങളെ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല. മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യത്തെയും ഇറാൻ ആക്രമിച്ചിട്ടില്ല. ഞങ്ങളുടെ ലക്ഷ്യം അയൽ രാജ്യങ്ങളല്ല, അവരുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അമേരിക്കൻ ബേസ് മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. തങ്ങളുടെ രാജ്യങ്ങൾ ഇറാനെ ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിനപ്പുറം ഒരു നീക്കുപോക്കുകളും നടത്താൻ മിഡിൽ ഈസ്റ്റിലെ UAEയോ അല്ലെങ്കിൽ സൗദി അറേബ്യയോ ശ്രമിച്ചിട്ടില്ല എന്നത് ദുഃഖകരമായ കാര്യമാണ്. ഇതിന് പിന്നിൽ ചെറിയ ഒരു രാഷ്ട്രീയമുണ്ട്. പുറത്ത് ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ ഭൂമി അനുവദിക്കില്ല എന്ന് പറയുമ്പോഴും ഇറാൻ ഒരു വെല്ലുവിളിയായി, റീജിയണൽ ഫോഴ്സായി ഉയർന്നു വരരുത് എന്ന് സൗദി അറേബ്യയും UAEയും ആഗ്രഹിക്കുന്നുണ്ട്. ഈ 2 രാജ്യങ്ങൾക്കും ഇറാൻ ഒരു ശക്തിയായി ഉയർന്നു വരരുത് എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പരസ്യമായി ആക്രമണത്തിന് ഭൂമി അനുവദിക്കില്ല എന്ന് പറയുമ്പോഴും ഇറാനിൽ ഒരു ഭരണമാറ്റവും അമേരിക്കൻ ഇടപെടലും ഈ 2 രാജ്യങ്ങളും ആഗ്രഹിക്കുന്നു എന്ന് വളരെ വ്യക്തമാക്കുന്നതാണ് അവരുടെ നിലപാടുകൾ. ഒമാൻ മാത്രമാണ് ഈ വിഷയത്തിൽ പോസിറ്റീവായ സ്റ്റെപ്പുകൾ നടത്തിയത്. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടന്നത്.